ഇപ്പം നമ്മൾ എപ്പോഴും പറയാം നമ്മൾ ഗ്രാൻഡ് പാരൻസിനൊപ്പം കുട്ടികൾ വളരണം, അല്ലെങ്കിൽ കസിൻസ്, നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, ഇവർക്കിടയിൽ കിടന്നിട്ടുള്ള ഒരു വളർച്ച വളരെ അനിവാര്യമാണ് ഒരു ഘട്ടത്തിൽ. പക്ഷേ നമ്മൾ വിദേശത്ത് വളരുന്ന കുട്ടികൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഇതൊരു പ്രശ്നമാണോ ആക്ച്വലി? പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അത് കിട്ടുന്നുണ്ടോ? ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ. ഇപ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. പിന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഏറ്റവും പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. കാരണം അതിൽ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. കാരണം കുട്ടികളെ നോക്കാൻ കുറേ ആളുകളുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൽ പല നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വേണ്ടത്ര ഒരു ശ്രദ്ധ, വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ജനറലായിട്ടൊരു നോട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാലോ, എത്രയോ കൂട്ടുകുടുംബങ്ങളിലും കാര്യങ്ങളും സെക്ഷലി കുട്ടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് ഈ എല്ലാവരും കൂടി നോക്കണതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെന്ന് ഞാൻ പറയും. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ആര് നോക്കുന്നു, എന്ത് നോക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇപ്പം എല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ബട്ട് ഞാൻ കാണുന്ന വലിയൊരു വ്യത്യാസം